വന്നു, അതിന് മുമ്പത്തെ ദിവസവും വന്നു. അതായത് ചെറുപ്പക്കാരിലുള്ള മരണങ്ങൾ, ഇപ്പോൾ കുറേ മരണങ്ങൾ നമുക്കുണ്ടാവും. നമ്മുടെ മനസ്സിനെ വളരെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ പിടിച്ചു കുലുക്കിയ ചില വാർത്തകളൊക്കെ നമുക്ക് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം നിതിനും ആതിരയുടെയും കഥ അറിയാം. അതുപോലെ തന്നെ നിതിൻ മരണപ്പെടുകയുണ്ടായി, ആതിരയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയുണ്ടായി. പിന്നെ അതുകൂടാതെ കുറച്ച് ദിവസം മുമ്പ് ചിരഞ്ജീവി സർജ എന്നുള്ളൊരു നടൻ മരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കും അങ്ങനെ കുറേ വാർത്തകളുണ്ടായി. ഇവരെല്ലാം വളരെ ചെറുപ്പമുള്ള ആൾക്കാർ. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം നടരാജൻ എന്ന് പറഞ്ഞ് ഡോക്ടർ നടരാജൻ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ പല ടോക്കും ചെയ്തിട്ടുള്ളതാണ്. പുള്ളി ന്യൂറോ സർജനാണ് ഇവിടുത്തെ. പുള്ളിയുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള 37 വയസ്സാണ് പുള്ളിക്ക്. അപ്പം പുള്ളി ഈ 2 ദിവസം മുമ്പ് മരിക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം വളരെ പെട്ടെന്നുള്ള മരണമാണ്. ഈ ചെറുപ്പക്കാരന് ഇങ്ങനെ കുറെ മരണങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ പറയാനും അതുപോലെ തന്നെ നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കാം. അപ്പൊ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലുള്ള ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായി മരണം ഉണ്ടാവുന്നത് 65 വയസ്സിന് മുകളിലായിരുന്നു ഒരു കാലഘട്ടം. അതായത് ഒരു 30 വർഷമൊക്കെ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു കൂടുതൽ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഉള്ള മരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ഡിസീസ് ലോകമെമ്പാടും 29-28 വയസ്സാകുമ്പോൾ തൊട്ട് തുടങ്ങിയാണ്. അന്ന് തൊട്ട് റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പം റിസ്ക് ഫാക്ടർ കൂടുതലുള്ളവർക്ക് ഹൃദയാഘാതം കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പൊ അതിന്റെ കാരണങ്ങൾ പറയാം. നമ്മളെ ഹൃദയത്തിന്റെ എന്താണ് ഫങ്ഷൻ, ഹൃദയം എങ്ങനെയാണ് ഇതുപോലെ ബ്ലോക്ക് ഉണ്ടായി പെട്ടെന്ന് മരിക്കുന്നത്. നമുക്ക് 3 രീതിയിലാണ് സാധാരണ മരിക്കുന്നത്. ഉറക്കത്തിൽ മരിക്കുന്നുണ്ട് കുറെ ആളുകൾ. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ അങ്ങനെ ഒരു കുറെ വാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചിലവർ മരിക്കുന്നത് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. പിന്നെ ചിലതാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ മരിക്കാറുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ, നമ്മൾക്ക് എങ്ങനെ ഇത് ഒഴിവാക്കാം, അത് ഒരു ലോങ് ടൈം നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. കുറെ നമുക്ക് ഹാർട്ടിന് കുറെ ജനിക്കുമ്പോൾ തന്നെ ജനന സംബന്ധമായി വരുന്ന പ്രോബ്ലങ്ങൾ, വൈകല്യങ്ങൾ, അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ ഒരു 70% നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടർ നടരാജന്റെ ഫ്രണ്ടിന് അമിത വണ്ണമാണ് വലിയ പ്രശ്നം. പുള്ളിക്ക് BMI നോക്കുവാണെങ്കിൽ പുള്ളിയുടെ BMI 30-ന് മുകളിലാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ കൂടുതൽ റിസ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഹൃദയത്തിന്റെ എന്താണ് പമ്പിങ്, എങ്ങനെയാണ് ഹൃദയം വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് റിസ്ക് ഫാക്ടറിലോട്ട് പോകാം. അപ്പൊ ആദ്യമായിട്ടൊരു ഇത് കാണിച്ചു തരാം. ഇപ്പൊ ഹൃദയത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ചേംബറുകളാണ് ഹൃദയത്തിനുള്ളത്. അതിനകത്ത് മുകളിലുള്ള 2 ചേംബറാണ് ആദ്യത്തെ നമ്മുടെ രക്തം, അതായത് നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 ചേംബറിലും മുകളിലത്തെ 2 ചേംബറിൽ രക്തം ശുദ്ധീകരിക്കും. താഴെയുള്ള 2 ചേംബറിലാണ് പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് രക്തധമനികൾ വഴിയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലോട്ടും പോകുന്നത്. ഒരു ദിവസം ഏകദേശം 7200 ലിറ്റർ രക്തമാണ് ഹൃദയത്തിൽ നിന്ന് നമുക്ക് മറ്റു ഓർഗനിലോട്ട് പോകുന്നത്. അപ്പം ഈ ഓർഗനിലോട്ടെല്ലാം നമ്മുടെ ഓക്സിജനും ന്യൂട്രിയൻസും അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നത് ഹൃദയം സങ്കോചിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞ ഏകദേശം 7200 ലിറ്ററിന് അടുപ്പിച്ചാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹൃദയം അവിടെ ഇരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ഏതൊക്കെ ഓർഗനിലോട്ട് പോകുന്നുണ്ട് കണ്ടോ? എല്ലാം നമ്മുടെ ശ്വാസകോശം, അതുപോലെ ബ്രെയിന്, കിഡ്നി, അതുപോലെ എല്ലാ ഓർഗൻസിലോട്ടും പോയേ പറ്റും. പോയില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഓർഗൻ എല്ലാം നശിക്കും. ഈ ഹൃദയത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഹൃദയം സങ്കോചിച്ചാൽ മാത്രമേ ഈ ഓർഗൻസിലെല്ലാം ബ്ലഡ് എത്തുകയുള്ളൂ, ഓക്സിജൻ എത്തുകയുള്ളൂ, ന്യൂട്രിയൻസ് എത്തുകയുള്ളൂ. അപ്പോൾ ഹൃദയം പമ്പ് ചെയ്തില്ലെങ്കിൽ ബാക്കിയെല്ലാം ഹൃദയം നശിക്കുന്നതിനോടൊപ്പം ബാക്കി എല്ലാ ഓർഗൻസും നശിക്കും. അപ്പോൾ ഹൃദയത്തിനും നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൃദയത്തിലും എന്തുണ്ട്? അവിടെ കുഴലുകളുണ്ട്. അവർക്ക് ഹൃദയത്തിന്റെ കോശത്തിന് എനർജി കിട്ടണം, ഓക്സിജൻ കിട്ടണം, അതിനുള്ള ആർട്ടറീസ് ഉണ്ട്. അതിന് നമ്മൾ കൊറോണറി ആർട്ടറി എന്നാണ് പറയുന്നത്. 2 കൊറോണറി ആർട്ടറിയാണ് നമുക്കുള്ളത്. റൈറ്റ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും. ഈ റൈറ്റ് കൊറോണറി ആർട്ടറിയെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ സർക്കംപ്ലക്സ് ബ്രാഞ്ചിൽ നിന്നും അതുപോലെ ഡിസെൻഡിങ് ബ്രാഞ്ചിൽ നിന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറിയും 2 ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് റൈറ്റ് മാർജിനൽ ബ്രാഞ്ച്. അപ്പോൾ ഈ ഒരു ബ്ലഡ് വെസലിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിന് ആവശ്യമുള്ള ഓക്സിജനും ഹൃദയത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും എത്തുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബ്ലോക്കോ അല്ലെങ്കിൽ അടപ്പോ വന്നു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിന്റെ കോശം അല്ലെങ്കിൽ നശിച്ചു പോകും. ആ ഒരു ഏരിയ മൊത്തം നശിച്ചു പോകും. അപ്പോൾ ഹൃദയം പമ്പിയാതാവുമ്പോഴാണ് ഹൃദയാഘാതം അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ഇത് ഹാർട്ട് നിന്ന് പോകുമ്പോൾ
ബാക്കിയുള്ള ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓർഗൻസും ഒന്നൊന്നായിട്ട് നശിച്ചു പോകും. അങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പല കാരണങ്ങളുണ്ട്. ഇപ്പം എങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു, പല കാരണങ്ങൾ കൊണ്ട് ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാവാം. ഇതിനെ ആത്രോസ്ക്ലിറോസ് എന്നാണ് പറയുന്നത്. ഒരു ബ്ലഡ് വെസൽസ് അത് അടയുന്ന ഇതിനെ ആത്രോസ്ക്ലിറോസ് എന്ന് പറയും. അതൊരു വൺ ഓഫ് ദി കോംപ്ലിക്കേഷൻ ആണ്, ഒരു പ്രോബ്ലം മാത്രമാണ്. അതിങ്ങനെയാണ്, പാർഷ്യലി ബ്ലോക്ക് ആണ്. ഇത് മൊത്തമായി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതൊരു പൈപ്പാണ്, പൈപ്പിലൂടെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് ആയാൽ അങ്ങോട്ട് ന്യൂട്രിയൻസ് പോകത്തില്ല, അങ്ങോട്ട് ഓക്സിജൻ പോകത്തില്ല. അപ്പോൾ ആ ഭാഗത്തുള്ള കോശം മൊത്തം നശിക്കുകയാണ്. അപ്പോൾ നശിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ? ഇതുപോലെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ട് ബ്ലോക്ക് കണ്ടോ അങ്ങോട്ട് പോകുന്നില്ല, ഈ ഭാഗം മൊത്തം നശിച്ചു പോവാണ്, ഈ സെല്ല് മൊത്തം നശിച്ചു പോവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഈ കാരണങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇതല്ലാതെ മറ്റു കാരണങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് വരാം. അപ്പം ചെറുപ്പക്കാരിൽ ഇത്തരം മരണം ഉണ്ടാവാനുള്ള ആദ്യം 5 കാരണങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ആദ്യമേ പറയുവാണെങ്കിൽ ആത്രോസ്ക്ലിറോസിസ്, ഞാനിപ്പോ പറഞ്ഞതുപോലെ ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ആ പൈപ്പിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് കാരണം ഉണ്ടാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം. അതാണ് നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആത്രോസ്ക്ലിറോസിസ്. രണ്ടാമതായി പറയുവാണെങ്കിൽ അരിത്മിയ, അതായത് താളം തെറ്റിയുള്ള നെഞ്ചിടിപ്പ്. ഇതാണ് ഞാൻ ഇപ്പം ഈ 472ാമത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയം താളമിടിപ്പ് മാറുന്ന പല കാരണങ്ങളുണ്ട്. അതിലും നമുക്ക് മാറ്റാൻ പറ്റുന്ന പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അരിത്മിയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അത് കാരണവും മരണം ഉണ്ടാവും. കാരണം നമ്മുടെ ഹൃദയം ഒരു പ്രത്യേക രീതിയിൽ ആണ് സങ്കോചിക്കുന്നതും വികസിക്കുന്നതും. ആ ഒരു താളം തെറ്റിയാലും മരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമുക്ക് കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് 472ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മയോകാർഡൈറ്റിസ്, ഇത് പല ഇൻഫെക്ഷനാണ്. ഇപ്പൊ നമുക്ക് കോവിഡ് കാരണം, അല്ലെങ്കിൽ ഡെങ്കു കാരണം, ഏതെങ്കിലും ഒരു ബ്ലഡിൽ ഇൻഫെക്ഷൻ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം കാരണം ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിലെ ഇൻഫെക്ഷൻ വന്നാൽ ഹാർട്ടിന്റെ പമ്പിങ് കുറയുന്ന അവസ്ഥയാണ് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷെ മരുന്ന് കൊടുത്താലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ നേരത്തെ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നാലാമതായിട്ട് നമ്മൾ കേട്ട് കാണും, ഫുട്ബോൾ കളിക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചു, അല്ലെങ്കിൽ നെഞ്ചിൽ കാലുമുട്ടിടിച്ചപ്പോൾ മരിച്ചു. അത് ഡയറക്റ്റ് ട്രോമ ഉണ്ടാവുകയാണ്. ഹാർട്ടിന്റെ പുറത്തോട്ട് ഒരു നല്ല ശക്തമായ വെയിറ്റ് വന്ന് വീഴുമ്പോൾ ഹാർട്ട് അങ്ങ് നിന്നു. ആ കറക്റ്റ് താളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു വൺ ഫോഴ്സ് വന്ന് നെഞ്ചിലടിക്കുമ്പോൾ ആ താളത്തിനൊരു ഡിസ്റപ്ഷൻ വരും, അവിടെ അങ്ങ് സ്റ്റോപ്പ് ആവും. അങ്ങനെ വരുന്നതാണ് കൊമോഷോ കാർഡിസ് എന്നുള്ള അസുഖമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം പറയാം. അപ്പൊ അതും ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റ് ബ്ലോ ടു ഹാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കൂടാതെ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ്, അതായത് കാർഡിയോമയോപ്പതി എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ കോശത്തിന് ചിലതിന് കട്ടി കൂടുതൽ വരും, ചിലതിന് കട്ടി കുറവ് വരും. ഈ കാരണങ്ങൾ ഉണ്ടെങ്കിലും എന്ത് വരാം? കാർഡിയോമയോപ്പതി. ഹൃദയത്തിന് കട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. അല്ലെ കട്ടി കുറഞ്ഞ സ്ഥാനത്തിന് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. അങ്ങനെയൊക്കെ ജന്മന ഉള്ള പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പിന്നെ ബ്രുഗാഡ സിൻഡ്രോം അങ്ങനെ പറഞ്ഞ് കുറച്ച് അസുഖങ്ങൾ ജന്മന ഉള്ള കുറച്ച് ആളുകൾ കാണും. ഈ ഒരു 5 കാരണങ്ങളാണ് കോമൺ ആയിട്ട് ഇപ്പം കാർഡിയക് അറസ്റ്റ്, നമ്മുടെ യങ് പേഷ്യൻസിന് കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാരണങ്ങൾ. ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാരണം. ഇപ്പൊ ഒന്നുകൂടെ പറയാം, ആത്രോസ്ക്ലിറോസിസ്, നമുക്ക് ഇങ്ങനെ ഒരു വെസലിന് ബ്ലോക്ക് വന്നാൽ തൽഫലമായിട്ട് നമ്മുടെ കോശങ്ങൾക്ക് ബ്ലഡ് കിട്ടാതായിട്ട് ഹൃദയം നിന്നു പോകുന്നതാണ്. മറ്റേത് താളത്തിനുള്ള പ്രോബ്ലമാണ് അരിത്മിയ. ഒത്തിരി കുറഞ്ഞാലും പ്രശ്നമാണ്, ഒത്തിരി കൂടിയാലും പ്രശ്നമാണ്. പിന്നെ ഹാർട്ടിന് ഇൻഫെക്ഷൻ വരുന്നതാണ് മയോകാർഡൈറ്റിസ്. ഡയറക്റ്റ് ഹാർട്ടിന് ബ്ലോ വരുന്നതാണ് ട്രോമ. കാർഡിയോമയോപ്പതി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ കട്ടിക്കുള്ള പ്രോബ്ലമാണ്. പിന്നെ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ്, ചില ഹൃദയ സംബന്ധമായ പ്രോബ്ലം ഉള്ള ആളുകൾ. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. പ്രത്യേകിച്ചും നമുക്ക് 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ണം കൂടുതലുണ്ട്, ഫാദറിന് ഡയബറ്റിക് ഉണ്ട്, ഫാദർ ഹാർട്ട് ഡിസീസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ടെസ്റ്റ്, എല്ലാ ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല, ECG ചെയ്ത് നോക്കുക. ECG ചെയ്ത് നോക്കിയാൽ നമുക്ക് ഹൃദയത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ തന്നെ പറയും ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും. നമുക്ക് ട്രെഡ്മില്ല് പോലത്തെ സാധനത്തിൽ നടന്നതിന് ശേഷം വീണ്ടും ECG എടുത്ത് നോക്കും. നമ്മൾ ഹൃദയത്തിന് കുറച്ച് സ്ട്രെസ് കൊടുത്ത് ഹൃദയത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ട്രെഡ്മിൽ ടെസ്റ്റ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ECG എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ എക്കോ പറയും. എക്കോയ്ക്കകത്ത് നമുക്ക് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും ഹൃദയത്തിൽ ഓൾറെഡി പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എക്കോ ഉപയോഗിക്കുന്നത്. അപ്പൊ എക്കോ വെച്ച് നമുക്ക് ഹൃദയത്തിന് ഇതും അറിയാൻ പറ്റും. നല്ല ബ്ലോക്ക് ഉണ്ട്, ഒരു ഭാഗം പമ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എക്കോ ഉണ്ട്. അപ്പൊ എക്കോയിൽ നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി ഹോൾട്ടർ മോണിറ്ററിംഗ് ഉണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ താളം കണ്ടുപിടിക്കാൻ വേണ്ടി 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മുടെ ബോഡിയിൽ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു മെഷീനാണ് ഹോൾട്ടർ മോണിറ്റർ. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് താളത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഹോൾട്ടർ മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നത്. ഈ ഹോൾട്ടർ മോണിറ്ററിംഗ് എല്ലാ വ്യക്തികൾക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ECG എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഇടിപ്പ് കൂടുതലായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾട്ടർ മോണിറ്റർ ചെയ്ത് അറിയാൻ പറ്റും എന്തെങ്കിലും അപകടകരമായിട്ടുള്ള അരിത്മിയ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ അറിയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലാണ്. കൊളസ്ട്രോളിന്റെ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ ആണോ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അതോ നല്ല കൊളസ്ട്രോൾ ആണോ കൂടുതൽ എന്നുള്ളത്, ട്രൈഗ്ലിസറൈഡിന്റെ ലെവലും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. പിന്നെ കാർഡിയാക് എൻസൈം ടെസ്റ്റ് ഉണ്ട്, ട്രോപ്പോണിൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് നെഞ്ചുവേദന ഉള്ളപ്പോൾ മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും കൂടി നിൽക്കില്ല. അപ്പൊ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ECG ചെയ്ത് നോക്കാം, പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് നോക്കാം. എക്കോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ എക്കോ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കാം. TMD ഹോൾഡർ ഓപ്ഷനിലാണ്, ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതിയാവും. ഈ ഒരു ടെസ്റ്റ് ഇത്രയും ഒരു 5 ടെസ്റ്റോളമാണ് നിങ്ങൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കുക. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാം. ഇത് കൂടാതെ നിങ്ങളുടെ പ്രഷറും ഷുഗറും കൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പ്രഷറും ഷുഗറും അപ്പൊ ഏകദേശം 7 ടെസ്റ്റ് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക. പ്രഷർ, ഷുഗർ, ECG, അതുപോലെ എക്കോ, പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൃത്യമായി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല മരണങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് മിക്ക പ്രോബ്ലവും ജീവിതശൈലിയിലുള്ള തെറ്റായ രീതിയാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇത്തരം കുഴഞ്ഞു വീണ് മരണങ്ങളും അല്ലെങ്കിൽ ചെറുപ്പക്കാരിലുള്ള മരണങ്ങൾ പലതും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ആദ്യം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. നമ്മൾ കൃത്യമായി ഒരു എക്സസൈസ് ആണ് ആദ്യം പറയുന്നത്. ഒരാഴ്ചയിൽ 150 മിനിറ്റ് എക്സസൈസ് ചെയ്യണം. നല്ലവണ്ണം ബോഡി അനങ്ങുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യണം. ഇതിന് പല ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയായിട്ട് കൂടും. നമ്മുടെ എല്ലാ കോശത്തിലോട്ടും ഓക്സിജൻ എത്തും, ന്യൂട്രിയൻസ് എത്തും. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ തന്നെ വളരെയധികം കുറയ്ക്കും. അപ്പൊ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കോശത്തിലും പൂർണ്ണമായുള്ള എനർജി കിട്ടണമെങ്കിൽ ഒരാഴ്ചയിൽ 150 മിനിറ്റ്. അപ്പൊ ഒരു ദിവസം 30 മിനിറ്റ് എന്നുള്ളത് വെച്ച് നോക്കിയാൽ 5 ദിവസമെങ്കിലും കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്തിരിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ കാര്യം. രണ്ടാമത്തത് ഉറക്കമാണ്. ഉറക്കം ഒരിക്കലും തമാശയായിട്ട് എടുക്കരുത്. കാരണം സൈറ്റോകൈൻ എന്നുള്ള കാര്യം കൂടുതൽ ഉണ്ടാവുന്ന ഉറക്കത്തിലാണ്. ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. സൈറ്റോകൈൻസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അത് ഉറക്കത്തിലാണ്. നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഉറക്കത്തിലൂടെയാണ്. ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കുക. നമ്മുടെ ബോഡിയിൽ ഒരു മലിനം കെട്ടിക്കിടക്കാതിരിക്കാനും അതുപോലെ എല്ലാം പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാൻ വേണ്ടി ദിവസവും ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അത് മിക്ക ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും അത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ തന്നെ പല ബുദ്ധിമുട്ടുകളും ഈ രക്തം കട്ട പിടിക്കാതെയൊക്കെ വളരെ ഫ്ലോ ഒക്കെ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി വൈറ്റമിൻ റിച്ച് ഫുഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും വൈറ്റമിൻ എ ആണെങ്കിൽ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ കൂട്ടുന്ന സാധനമാണ് ലിംഫോസൈറ്റ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ ടിഷ്യൂ സ്പെസിഫിക് ആയിട്ട് ആന്റിബോഡീസിനെ ജനറേറ്റ് ചെയ്യും. വൈറ്റമിൻ സി ആണെങ്കിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സെല്ലിൽ വരുന്ന ചേഞ്ച് ആണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും. അപ്പൊ അത് ആഹാരത്തിലൂടെ തന്നെ കൊടുക്കാൻ നൽകുക. ടാബ്ലറ്റ് അല്ലാതെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസിലൂടെ തന്നെ നൽകാനായിട്ട് നൽകുക. അതിന്റെ കൂടെ വൈറ്റമിൻ ഡി. കാരണം നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസും ഇമ്മ്യൂൺ മീഡിയേഷനും പ്രോപ്പറായിട്ട് നടക്കുന്ന വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലാണ്. വൈറ്റമിൻ ഡി വെയിലിലൂടെ തന്നെയാണ് കിട്ടുന്നത്. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ 10 മിനിറ്റ് കൊള്ളുക എന്നുള്ളതാണ് വൈറ്റമിൻ ഫുഡ്. ഇനി മെഡിറ്റേഷൻ. നമുക്ക് ഈ സമയത്ത് വളരെയധികം സ്ട്രെസ്, ഈ സമയം മാത്രമല്ല നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും മാനസികമായ സമ്മർദ്ദങ്ങളുണ്ട്. അപ്പൊ മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരു 10 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ എക്സസൈസ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യും. അത് രാവിലെയും രാത്രിയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഉറക്കം നല്ലോണം കിട്ടും. അങ്ങനെ പല ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ടെൻഷൻ ഒഴിവാക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. നമ്മുടെ ജോലിയിലാണെങ്കിലോ കുടുംബത്തിലോ പലതരത്തിലുള്ള ടെൻഷനുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് കഴിയും. പിന്നെ വെള്ളത്തിന്റെ പ്രാധാന്യം പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഓക്സിജൻ നമ്മുടെ സെൽസിൽ എത്താനും നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനും എല്ലാം വെള്ളം വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് വെള്ളം കുടിക്കും തോറും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ ഒക്കെ വളരെ ഹൈ ആയിരിക്കും. അപ്പം വെള്ളം ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാൻ മറക്കരുത്. അടുത്തത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ. ഹൈറ്റ് ഇൻ മീറ്റർ 2 പ്രാവശ്യം ഡിനോമിനേറ്ററിൽ എഴുതി. അടിയിൽ ഡിനോമിനേറ്ററിൻ്റെ അകത്ത് ഹൈറ്റ് ഇൻ മീറ്റർ 2 പ്രാവശ്യം. മോളിലാണെങ്കിൽ വെയിറ്റ് ഇപ്പോൾ 60 ആണെങ്കിൽ 60.
180 എന്ന് പറഞ്ഞാൽ 1.8 മീറ്റർ ആണ്. അപ്പൊ 1.8 into 1.8 ഡിനോമിനേറ്ററിൽ, ന്യൂമറേറ്ററിൽ വരേണ്ടത് വെയിറ്റ് 80 ആണെങ്കിൽ 80. അത് കിട്ടുന്ന വാല്യൂ ആണ് നിങ്ങളുടെ BMI. അത് 25ന്റെ താഴെ ആയിരിക്കണം. 25 to 30 ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. 30ന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഒബീസ് ആണ്. അതിനെ നമ്മൾ പൊണ്ണത്തടി എന്നൊക്കെ പറയും. അപ്പം അതുകൂടാതെ നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കണം. നമ്മൾ വേസ്റ്റ് സൈസ് നോക്കണം. വേസ്റ്റ് സൈസ് നോക്കുമ്പോൾ ഒരു 40 ഇഞ്ച് ആണുങ്ങളിലാണെങ്കിൽ ഒരു 40 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 101 സെന്റിമീറ്റർ ആണ്, 101.5 സെന്റിമീറ്റർ ആണ്. പെണ്ണുങ്ങളിലാണെങ്കിൽ ഒരു 35 ഇഞ്ച്, അതായത് 88.9 സെന്റിമീറ്റർ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ വേസ്റ്റ് സൈസ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭാവി തീരുമാനിക്കുമെന്ന് തന്നെ പറയാം. ഇത് എപ്പോഴും ഇതിന്റെ താഴെ തന്നെ നിർത്താൻ നോക്കുക. 35 പെണ്ണുങ്ങളാണെങ്കിൽ 35 ഇഞ്ച്, അതുപോലെ ആണുങ്ങളാണെങ്കിൽ 40 ഇഞ്ചിന്റെ താഴെ തന്നെ നിർത്താനായിട്ട് നോക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ആദ്യമായിട്ട് സ്ട്രെസ് തന്നെയാണ്. സ്ട്രെസ് നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മുടെ കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കും. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഹാർട്ട് റേറ്റ് കൂട്ടും, ബ്ലഡ് പ്രഷർ കൂട്ടും, ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സോ സ്ട്രെസ് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കണം. അതിന് പലതരത്തിലുള്ള നമ്മൾ അതിന് ഒത്തിരി വീഡിയോസ് അതിനോട് ചെയ്തിട്ടുണ്ട്, ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പം മാനസിക സമ്മർദ്ദം എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? നിങ്ങളുടെ ഹോബീസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, വായിക്കാം, എന്തെങ്കിലും ബുക്ക് എഴുതാം, കുട്ടികളുമായിട്ട് കളിക്കാം. എന്താണോ നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ളത് അത് കൂടുതൽ ചെയ്ത് സ്ട്രെസ് ഒഴിവാക്കുക. ഇനി രണ്ടാമതായിട്ട് ആൽക്കഹോൾ ഒഴിവാക്കണം. കാരണം ആൽക്കഹോൾ നമുക്ക് ന്യൂമോണിയ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ കോശത്തിന് ഡാമേജ് ഉണ്ടാക്കും, എപ്പിത്തീലിയൽ സെൽസിന് ഡാമേജ് ചെയ്യും, ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലം ഈ ഒരു ആൽക്കഹോളിന് ഉള്ളതാണ്. അപ്പൊ ആൽക്കഹോൾ കൂടുതൽ കഴിക്കുന്നത് ഡേഞ്ചർ ആണ്. സ്മോക്കിംഗ് നിങ്ങൾക്ക് അറിയാം. സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടാണ്. ലങ്സിന് പ്രൊട്ടക്ഷൻ കുറയും. അതുപോലെ തന്നെ ന്യൂട്രോഫിൽസ് എന്നുള്ളൊരു സാധനമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ അസുഖത്തിനെതിരെ പ്രതിരോധിക്കുന്ന സാധനമാണ്. അതിനെയും നശിപ്പിക്കും സ്മോക്കിംഗ്. ഇപ്പൊ സ്മോക്കിങ്ങും ഒഴിവാക്കുക പൂർണ്ണമായി. ജങ്ക് ഫുഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, കോവിഡ് ഉള്ള രോഗികൾ കൂടുതൽ മരിക്കാനുള്ള കാരണം, ചെറുപ്പക്കാർ മരിക്കാനുള്ള കാരണം അവരുടെ ബോഡി ഇമ്മ്യൂൺ റെസ്പോൺസ്, അവരുടെ കോശത്തില് അവരുടെ ശരീരത്തിലെ പ്രതിരോധം തന്നെ അവരുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രശ്നം, സൈറ്റോകൈൻ സ്റ്റോം. അത് കൂടുതലും കാണുന്നത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ആളുകളിലാണ്. ജങ്ക് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയും, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വളരെ ഹൈ ആയിരിക്കും. അങ്ങനെ ഉണ്ടായാൽ കൊറോണിക് ഇൻഫ്ലമേഷനോട്ട് നമ്മുടെ ശരീരം പോകും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിന് അത് വളരെ ദോഷകരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജങ്ക് ഫുഡ് വളരെ പെട്ടെന്ന് കഴിക്കുന്ന ബർഗർ പോലുള്ള സാധനങ്ങൾ, പിസ്സ പോലുള്ള സാധനങ്ങളൊക്കെ വളരെയധികം ലിമിറ്റ് ചെയ്യുക. ഇതിന്റെ കൂടെ മധുരപാനീയങ്ങൾ ഡേഞ്ചറസ് ആണ്. കാരണം ഒരു കുഴലില് നമുക്ക് രക്തം ഒഴുകുന്നു, അതിന്റെ കൂടെ ഒരു പായസം ഒഴുകുന്നതാണ് സങ്കല്പിക്കുക. പായസമായിരിക്കും വളരെ സ്ലോ ആയിട്ട് ഒഴുകുന്നത്. അപ്പം മധുരപാനീയങ്ങൾ നമ്മൾ കുറച്ചില്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഓരോ ഓർഗനിലോട്ടും ബ്ലഡ് എത്തുന്നത്. അത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രോബ്ലവും അതുപോലെ ഹാർട്ട് അറ്റാക്ക് പ്രോബ്ലമൊക്കെ സ്ഥിരമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ മധുരപാനീയങ്ങൾ ഒഴിവാക്കുക. മധുരമിട്ട സാധനങ്ങൾ പതുക്കെ നമ്മുടെ ആഹാരത്തിൽ നിർത്തിക്കൊണ്ടുവരിക. പിന്നെ ഉപ്പാണ്. ഉപ്പ് ഒരിക്കലും 5 ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. കാരണം നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങൾ, ഇപ്പൊ ചിപ്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ലേസ്, അങ്ങനെയൊക്കെ പല പാക്കറ്റിൽ വാങ്ങിക്കുന്ന എല്ലാത്തിനും ഉപ്പ് ധാരാളം ഇട്ടിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഉപ്പ് നമ്മൾ അങ്ങനെ സ്ഥിരമായി ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കും. ബ്ലഡ് പ്രഷർ ഒത്തിരി നാൾ കൂടി നിന്നാൽ അത് ഹൃദയത്തിന് വീക്കാക്കും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഉപ്പ് എപ്പോഴും കഴിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം, 5 ഗ്രാമിൽ താഴെ വേണം ഉപ്പ് കഴിക്കാൻ. അത് എപ്പോഴും അത് കൃത്യമായി ശീലിക്കുക. നമ്മൾ പതുക്കെ കുറയ്ക്കാമോ, എല്ലാം ഒറ്റയടിക്ക് കുറയ്ക്കാനൊന്നും കഴിയില്ല. ഇനി നമ്മൾ കഴിക്കുന്ന കാലറിയാണ്. കാലറി എപ്പോഴും 30 കാലറി പെർ kg/day മുകളിൽ ഒരിക്കലും ആകാൻ പാടില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും കഴിക്കുന്നത് 25 to 30 കലോറി പെർ kg/day ആയിരിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് കാലറി, ഏത് ആഹാരത്തിനാണ് കാലറി, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ കാലറി ഒരിക്കലും കൂടുതൽ കാലറി ഉള്ള ആഹാരങ്ങൾ ഒരു ദിവസം, അപ്പം ഒരു സദ്യ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ദിവസം കിട്ടേണ്ട എല്ലാ എനർജിയും അന്നത്തെ ദിവസം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കുന്നതും രാവിലെ കഴിക്കുന്നതും വളരെ ലഘുവായിട്ട് കഴിക്കാൻ നോക്കുക. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ കുറയും. അപ്പൊ ഈ ഒരു 14 കാര്യങ്ങളുണ്ട് ഏകദേശം, ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും, ഡയബറ്റീസ് ഒഴിവാക്കാൻ പറ്റും, ആത്രോസ്ക്ലിറോസിസ് ഇപ്പൊ പറഞ്ഞ രക്തധമനിയിലുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഹാർട്ട് ബ്ലോക്ക് ആവുന്നതും ഹാർട്ടിന്റെ അരിത്മിയ, താളം തെറ്റുന്നതും ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു 14 നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ജീവിതത്തിൽ പതുക്കെ
എല്ലാം ഒറ്റയടിക്ക് പറ്റില്ല, പതുക്കെ പതുക്കെ ജീവിതത്തിൽ ഓരോ ദിവസമായി കൊണ്ടുവരിക. അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ്, ഈ പറഞ്ഞ 5 പ്രോബ്ലംസിൽ ഏകദേശം 3ഓളം പ്രോബ്ലം നമുക്ക് ആദ്യത്തെ 3 പ്രോബ്ലം തന്നെ അവിടെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇതിന്റെ കൂടെ നമ്മൾ ഷുഗറും പ്രഷറും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലുള്ള മരണത്തിന്റെ മെയിൻ കാരണം പലപ്പോഴായിട്ട് നമുക്ക് മെസ്സേജ് വരുന്നതാണ്. ഇപ്പൊ ഒത്തിരി വാർത്തകൾ വന്നു. ഞങ്ങളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്താണ് ഇതേ ടോപ്പിക്ക്, കുറച്ച് നാൾ മുമ്പ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടല്ല, കുറച്ച് ചെയ്താണ്. അപ്പം അതും നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് നോക്കാം. അപ്പൊ ഇത് ഇത്രയുള്ള മെയിൻ ആയിട്ട് 14 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആത്രോസ്ക്ലെറോസിസ്, വെസലിനുണ്ടാവുന്ന ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ അരിത്മിയ തന്നെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്താൽ തന്നെ ഹൃദയത്തിന്റെ താളം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലാക്കുക, ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന മരണങ്ങൾ തന്നെയാണ്. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.